യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും അന്ത്യകാല സംഭവങ്ങളും എന്നൊരു വിഷയത്തെ ആസ്പദമാക്കി ഇപ്പോൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം നടക്കുന്ന പ്രപഞ്ചത്തിൻ്റെ മാറ്റങ്ങളെ പറ്റിയായിരിക്കും ഈ രാത്രി പ്രതിപാദിക്കുന്നത്. 10ഓളം വാക്യങ്ങൾ ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നതായിരിക്കും. സുവിശേഷ പ്രഭാഷണത്തിൻ്റെ കൃത്യസമയം തന്നെ തന്നിട്ടുണ്ട്. മത്തായി സുവിശേഷം 24, 29, 30 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 29-30. കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിച്ചാട്ടെ. മത്തായി 24, 29, 30 വാക്യങ്ങൾ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും. ഒന്നാമത്തെ പ്രതിഭാസം, സൂര്യൻ ഇരുളാകും. വായിക്കാം. ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ രാത്രിയിൽ നിലാവെളിച്ചം വരുന്ന ചന്ദ്രൻ പ്രകാശം തരാതെ ഇരിക്കും. അടുത്ത വാക്ക്, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീഴുന്ന കാഴ്ച നിങ്ങൾ കാണുവാൻ പോകുന്നു. അത് കഴിയുമ്പോൾ ആകാശത്തിലെ ശക്തികൾ ഇളകി, ആകാശത്തിന്റെ പ്രപഞ്ച ശക്തികൾ കലിതുള്ളുന്ന ഒരു കാലം. അടുത്ത വാക്ക്, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും. അടുത്ത വാക്ക്, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിപ്പിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ, ആ മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും വരുന്നത് കാണും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കാണാൻ പോകുന്ന ഒരു നല്ല കാഴ്ച ഈ സുന്നത ദിനത്തിൽ ഇന്ന് രാത്രി അതിലേക്ക് കടക്കാം. ആ കാലത്തിലെ കഷ്ടം കഴിച്ച് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ പ്രകാശം തരാതെ ഇരിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക്, പ്രപഞ്ചശക്തികൾ ഇളകിയാടും. ആ സമയത്ത് മനുഷ്യപുത്രന്റെ അടയാളം മധ്യാകാശത്തിൽ, ഭൂമിയിലെ സകല ഗോത്രങ്ങളെ പ്രലാപിപ്പിച്ചും കൊണ്ട് ആകാശമേഘങ്ങളിൽ കാന്തൻ വരുന്നത് ഈ തലമുറ കാണുവാൻ പോകുന്നു. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ കണ്ണുകൾ അടയ്ക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ദേശമയ യഹോവയുടെ വചനത്തെ കേൾക്കുക. ഈ സത്യസൂചകം കേട്ട അനവധി പേരുടെ കരങ്ങൾ ഈ ദിവസങ്ങൾ ഈ പട്ടണത്തിന് വേണ്ടി രക്ഷകന്റെ ഹല്ലേലൂയ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക, കുടുംബജീവിതം തകർന്ന ചില കുഞ്ഞുങ്ങൾ ഈ ദിനങ്ങളിൽ യേശുവിനെ കാണുക. നിത്യതയുടെ കവാടത്തിൽ പേര് ചേർക്കപ്പെടുന്ന രാത്രികളായി മാറട്ടെ. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഇന്ന് രാത്രി ദൈവം കാത്തുകൊള്ളണം. ഇതിന്റെ സംഘാടകരെല്ലാം ദൈവം കാത്തുകൊള്ളണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയം നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ പ്രിയ പിതാവേ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ 3 രാത്രികളിലും ഉയരണം. ആദിയോടന്ത തിരുശാന്തിൽ മറയ്ക്കും ശബ്ദം വെളിച്ചം പ്രകൃതിയെല്ലാം അങ്ങ് കാക്ക്. ഈ രാത്രി മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്നിട്ട് അതിവേഗത്തിൽ വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും കുഞ്ഞുങ്ങൾ വായിക്കത്തില്ല. നിങ്ങളുടെ ബൈബിൾ തുറന്ന് കൂടെ തന്നെ വെക്കണം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങൾ, 5 തലങ്ങൾ. 1 സുവിശേഷത്തിന്റെ തലം മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും യേശുക്രിസ്തുവിന്റെ മശിഹാത്വവും ദാസത്വവും ദൈവത്വവും പുത്രത്വവും വരച്ചു കാട്ടുന്നു. 2 അപ്പോസ്തല പ്രവർത്തികൾ സഭയുടെ ചരിത്രത്തെ ലൂക്കോസ് വൈദ്യനാൽ. 3 തിരുസഭയെ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഉപദേശത്തുകൾ ഉല്ലേഖനം ലേഖകന്മാർ. റോമ, കോരിന്ത്യ, തെസ്സലോനിക്ക, തിമോഥെയോസ്, എബ്രായർ, എഫേസ്യർ. അതിനോടനുബന്ധിച്ച് വരുന്നു അടുത്ത ലേഖനങ്ങൾ അഥവാ ചെറിയ ലേഖനങ്ങൾ. വരുവാനിരിക്കുന്ന കാലം, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, മരണാനന്തര ജീവിതം, ഉലകത്തിന്റെ അവസാനം. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദ അവസാനം. ലേഖനത്തിന്റെ അവസാന കണങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ദൈവസഭയുടെ പ്രത്യാശയുടെ ഒരു ദൂത് അവിടെ പകരുന്നു. ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് ഞങ്ങളുടെ സൗഹൃദങ്ങൾ കൊച്ചുമോനൊക്കെ ഇവിടെ വളരെ സന്തോഷത്തോടെ പാട്. പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിന്റെ താഴെ ചില വാക്യങ്ങളുള്ള ഉപദേശിമാരും പ്രസംഗിക്കത്തില്ലല്ലോ. അതിന്റെ താഴെ വേറെ ചില കാര്യമുണ്ട്. പകവണ്ണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്കം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൽ
ലോകത്തിന്റെ പ്രതാപം, കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിന്റെ ഭോഗങ്ങൾ നടക്കുന്ന സകലരെയും പോസ്റ്റ് ഇടുന്നവനെ ന്യായം വിധിക്കുവാൻ ഏകനും ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. സ്വോത്ര അത് പറഞ്ഞപ്പോൾ പലർക്കും സന്തോഷമില്ലല്ലോ. എല്ലാവരെയും കൂട്ടിക്കയറ്റുമെന്ന്. ഇനി ഞാൻ വരത്തില്ല, അത് അവസാനത്തെ പ്രസംഗം. ആദ്യം കൂട്ടിക്കയറ്റുന്ന നിങ്ങളെല്ലാം രാത്രി പ്രസംഗിച്ച് കവർ മേടിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരെ സന്തോഷമില്ലല്ലോ. അത് കഴിഞ്ഞ് പെന്തിക്കോസിന്റെ സകല നേതാക്കളെയും കർത്താവ് കൂട്ടിക്കയറ്റും. സ്വോത്രം. അത് കഴിഞ്ഞ് സെൻട്രൽ പാസ്റ്റർമാരെ കയറ്റും. അത് കഴിഞ്ഞ് ലോക്കൽ പാസ്റ്റർമാരെ കയറ്റും. 5ാമത്തെ ടോക്കണെ വിശ്വാസിക്കുള്ള സമാധാനമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്വോത്രം. കണ്ടില്ലേ, സകലരെയും ദൈവം ന്യായം വിധിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ആദ്യം മടങ്ങി വരേണ്ടത് നിങ്ങളല്ല, ഞങ്ങളാ മടങ്ങി വരേണ്ടത്. സ്വോത്രം. ഒരു 3 ദിവസം ഞാൻ നിന്നിരുന്നുണ്ടെങ്കിൽ പിന്നെ ആരും നിങ്ങൾ വരത്തില്ലായിരുന്നു. വിശുദ്ധ ബൈബിളിനകത്ത് പുതിയ നിയമത്തിന്റെ 1-ാമത്തെ പുസ്തകം മത്തായി സുവിശേഷം ശ്രദ്ധയോടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 1278 വാക്യങ്ങൾ, 28 അധ്യായങ്ങൾ. AD 37 കാലഘട്ടത്തിൽ മത്തായി എന്ന സുവിശേഷങ്ങളിൽ കൂടി എഴുതപ്പെട്ടു. 5 പ്രത്യേക കഥാപാത്രങ്ങളെ ഇതിനകത്ത് സ്വർഗം വരച്ചു കാട്ടുന്നു. 1 യേശു, 2 അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, അത് കഴിഞ്ഞ് ഹേരോദാവും പീലാത്തോസും. 5 പട്ടണങ്ങളെ സ്വർഗം ഇതിനകത്ത്. 1 ബേത്ലഹേം, 2 ശമരിയ, 3 യഹൂദിയ, 4 ഒലൂമല, 5 കാൽവറി മല. അധ്യായം 1 വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിന്റെ അവസാന 2 പുസ്തകങ്ങൾ, 38ാമത്തെ പുസ്തകമാണ് സെക്കറിയ പ്രവചനം. അത് കഴിഞ്ഞ് 39 മലാക്കി. അത് കഴിഞ്ഞ് ബൈബിൾ പഠിതാക്കൾ ഉലകത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ 400 വർഷം ഇരുണ്ട കാലഘട്ടം കഴിയുമ്പോൾ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണമെങ്കിൽ അതിന്റെ ജനനത്തെ അധ്യായം 2 കാണിക്കുന്നു. ലോകത്തിന്റെ മധ്യപകുതിയായ ബേത്ലഹേമിൽ അവൻ ജനിക്കുന്നു. എവിടെ? കുഞ്ഞാടിന്റെ പരമയാഗം. ശ്രദ്ധയോടെ ഇരിക്കണം. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. കടമ്പനാട് CPM സമ്മേളനം നടക്കുമ്പോൾ സഖാക്കൾ ഘോരഘോരം മുദ്രാവാക്യം മുടക്കും. രക്തസാക്ഷി സിന്ദാബാദ്, രക്തസാക്ഷി മരിക്കുന്നില്ല. അടൂരിൽ BJPയുടെ ശിബിരം നടക്കുമ്പോൾ ആ യുവ സുഹൃത്തുക്കൾ പറയും ബലിദാനികൾ സിന്ദാബാദ്. അങ്ങനെയെങ്കിൽ രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. എവിടെ രക്തം? സ്വോത്രം. ആദ്യമായി പാപത്തിന്റെ ചങ്ങല ഇന്ന് 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് എത്യോപ്യയുടെ വടക്കേറ്റമായ യൂഫ്രട്ടീസിന്റെ വടക്കേറ്റം ഇറാഖിനോട് ചേർന്ന് മറുകരയായ എത്യോപ്യയിൽ നിന്ന് 6 ഘടകം സ്വർഗമെടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ഏതന്റെ പൂങ്കാവനത്തിൽ കൊണ്ടുവന്ന് എന്താ കൊടുത്തത്? അനുഗ്രഹങ്ങളുടെ പടവുകൾ. സ്വർഗം അടക്കി വാഴുക, പെറ്റുപെരുക, സന്താന പുഷ്ടിയുള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം തോട്ടത്തിന്റെ നടുവിൽ ഒരു ടോർപ്പിട വെച്ചിരുന്നു. നന്മയുടെയും തിന്മയുടെയും ഫലം സർപ്പം കവ്വയോപായത്തിൽ. ഇന്നത്തെ ഉപദേശിമാര് പറഞ്ഞ ബൈബിൾ കടിച്ചാൽ വീട് കിട്ടും, കാറ് കിട്ടും, കമ്പ്യൂട്ടർ കിട്ടും, വെളുത്ത പെണ്ണിനെ കിട്ടും, കറുത്ത മാർബിൾ വീട് കിട്ടും, കാനഡയ്ക്ക് പോകാമെന്ന് പറയുന്നത് പോലെ ഈ സർപ്പം കവ്വയോപായത്തിൽ ചതിച്ചു. എന്ത് ചെയ്തു? അമ്മമ്മ ഭക്ഷിച്ചു. പകുതി പറക്കോട് പോയി അച്ചായൻ ചന്തയിൽ പോയിട്ട് വന്നപ്പോൾ അച്ചായനും കൊടുത്തു. സ്വോത്രം. 2 പേരും രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി പുറത്തായി കഴിഞ്ഞു. 1 തേജസിന്റെ വസ്ത്രം ഏതന്റെ പൂങ്കാവനത്തിൽ നഷ്ടപ്പെടുത്തി. 2 എവിടെ പരമയാഗം കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാം 1498 കിലോമീറ്റർ വാഗ്ദത്ത കനാ. ഒരു നല്ല പ്രോമിസ്. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും ആകാശത്തിലെ പൊടി പോലെ നിന്റെ കുഞ്ഞുങ്ങൾ ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽ തരിക. വാഗ്ദത്ത സന്തതിയായി ഒരുവനെ കിട്ടിയ ഇസഹാക്ക് കുഞ്ഞു വീട്ടിനകത്ത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ കൽപ്പന നാട്ടിൻകുട്ടിയുടെ പരമയാഗം. ബൈബിൾ ശ്രദ്ധയോടെ അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവരണം. മോറിയ ദേശത്തുള്ള മലയിൽ കൊണ്ടുവന്ന് ഹോമയാഗം. അബ്രഹാമിന് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. തന്റെ രക്തം DNA പിറന്ന കുഞ്ഞ്. ഇസഹാക്കിനോട് രാവിലെ പറഞ്ഞു, മോനെ വിറകും കത്തിയൊക്കെ എടുത്തോളാം. പലപ്പോഴും യാഗത്തിന് പോയ ഇസഹാക്ക് ആട്ടിൻകുട്ടിയുടെ കയറ് പിടിച്ചിട്ടുണ്ട്. അപ്പനോട് കുഞ്ഞ് ചോദിച്ചപ്പോ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗം എവിടെ? അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവ കരുതിക്കൊള്ളും വചനം കേൾക്കുന്നവർക്കായി. 3 ദിവസത്തെ വഴിദൂരമായി അവർ യാത്രയായി മോറിയ ദേശത്തുള്ള മലയിൽ വന്ന് തന്റെ പ്രിയ മകന്റെ കൈകാലുകൾ ബന്ധിച്ചു വിറകിന്റെ കെട്ടിനകത്തടുക്കിയിട്ട് അവസാനമായി കയ്യിലിരിക്കുന്ന വാൾ കുഞ്ഞിന്റെ ശരീരത്തിൽ കുത്തിയിറക്കാൻ നോക്കുമ്പോൾ അവൻ സ്വർഗമുഖത്തേക്ക് നോക്കി നിലവിളിക്കുവാൻ തുടങ്ങി. സ്വർഗത്തിന്റെ ശബ്ദം അബ്രഹാമിന്റെ ചെവികളിൽ മുഴങ്ങി. ബാലകന്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായി ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ മറുവഴിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണ, എന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, ഞാൻ കണ്ട വഴിയല്ല ദൈവത്തിന്റെ വഴി. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ അത്ഭുതത്തിന്റെ വഴി തുറക്കുക. ഈ കൺവെൻഷൻ കൂട്ടത്തിനകത്ത് ആരാധിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയണം, നീ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല, നീ പതറുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി പ്രോമിസുള്ള ഈ സഖാക്കിന് ഏതൊക്കെ യാഗപീഠത്തിനകത്ത് കടത്തിയാൽ സ്വർഗത്തിന്റെ ശബ്ദം കേട്ടവനെ പൊന്നു പോലെ പുറത്തു കൊണ്ടുവരുവോ. മോറിയയുടെ മലയിൽ മുഴങ്ങിയ ശബ്ദം ഈ കൺവെൻഷൻ രാത്രി എനിക്ക് വേണ്ടി മുഴങ്ങുന്ന
രാത്രിയാ. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നു? ഒരു വഴിയായി പ്രതികൂലം നിന്റെ നേരെ ആഞ്ഞടിക്ക്, ഒരു വഴിയായി പ്രതിസന്ധി നിന്റെ നേരെ ആഞ്ഞടിക്കും. നിന്റെ പടക് തകരുമെന്ന് ലോകം പറയും. ഈശാനുമൂലം നിന്റെ പടകിന് നേരെ ആഞ്ഞടിക്കും. നെവർ നെവർ. ഇന്ന് രാത്രി ഭയപ്പെടേണ്ട ഒരുവൻ നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? ഇന്ന് രാത്രി സഹോദരി ഭാരപ്പെടുന്ന ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. പരിമലക്കാരന് RCC-കാരന് തള്ളിക്കാനും ഭാരപ്പെടേണ്ട കാര്യമില്ല. ചായ ഹാർട്ട് അറ്റാക്ക് 4ാമത്തെ സ്റ്റേജും അതിനുശേഷം ഇനി ഒരു ബൈപ്പാസ് നടക്കത്തില്ലെന്ന് ഇവിടുത്തെ ലൈവ് ലൈനും പറയും, KM ചെറിയാനും പറയും. എന്നാൽ ഇന്ന് രാത്രി പറയണ വാഗ്ദത്തമുള്ള എന്റെ ജീവിതത്തിൽ ദൈവം കാര്യങ്ങൾ നിവർത്തിക്കുക. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നുണ്ട്? ഉറപ്പോടെ ചങ്കൂറ്റത്തോടെ ഗ്രൗണ്ടിലകത്ത് പറ, നീ പതറുവാൻ എന്റെ ദൈവം, നീ തകരുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി സിസ്റ്റർ നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ബ്രദറെ, ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അണ്ടഘടകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനത്തിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ച ദൈവം, സോംപൂർണ്ണ ഗാലക്സിക്കകത്ത് ആകാശ പാറകളെ നിരത്തിയ ദൈവം, അവൻ അറിയാതെ ഈ പട്ടണത്തിനകത്ത് എന്റെ ഒരു തലമുടി നാര് പോലെ താഴെ വീഴുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം മനസ്സിലാകുന്നവർക്ക് something is happened in this moment, the precious moment, mighty presence of Holy Spirit come to the even. ഇന്ന് രാത്രി കരമുയർത്തി പറയണ പർവ്വതങ്ങൾ എന്റെ മുൻപിൽ മാറും. സഹോദരി ചെറുപ്പക്കാര, ഇന്ന് രാത്രി പറ, കുന്നുകൾ എന്റെ മുമ്പിൽ നീങ്ങിപ്പോകും. എന്നാൽ എന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ എന്നെ വിട്ടുപോകുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അബ്രഹാം ഇതാ പറഞ്ഞ്, യഹോവ കരുതിക്കൊള്ളും ഇസ്ഹാക്കിന് പകരമായി ഒരു ആട്ടിൻകുട്ടി. തീർന്നില്ല. അതിനുശേഷം ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ, അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കണ്ടു. അതിനു വേണ്ടി ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. സ്വോത്രം. ഇസ്രായേൽ ജനം പാളയം കടന്നു, ചെങ്കടൽ. അടുത്ത ആടിന്റെ പരമയാഗം. ജ്ഞാനികളിൽ ജ്ഞാനിയ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. അവൻ നല്ലവൻ. 1,50,000 പരം ആടുകളെ അറുത്തു. ആടിന്റെ രക്തമൊഴുക്കി പുരോഹിതന്മാർ നിലവിളിച്ചപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി. 1, ഏദന്റെ പൂങ്കാവനത്തിൽ രക്ഷയുടെ വസ്ത്രം. 2, ഇസഹാക്കിന് പകരമായ ഒരു ആട്ടിൻകുട്ടി. 3, ഇസ്രായേലിന്റെ പാളയത്തിൽ വിടുതലിന് വേണ്ടി ആയിരക്കണക്കിന് ആടുകളെ. 2, അത് കഴിഞ്ഞ് 4ാമത്തെ ഭാഗം ദൈവാലയത്തിന്റെ സമർപ്പണത്തിൽ ആട്ടിൻകുട്ടികളെ. അതിനുശേഷം എന്താ? പാപം ചെയ്ത ദൈവ മനുഷ്യൻ, ദൈവ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി കണ്ണിന് കൊള്ളുന്നവർ എല്ലാം തെരഞ്ഞെടുത്ത് വീട്ടിനകത്ത് പക, അതുപോലെ കൊലപാതകം, ടൈഫോയിഡ്, അവിഹിത ഗർഭമെല്ലാം വന്നപ്പോൾ കുറുപ്രാവുകളെയും പാളയത്തിനകത്ത് ഊനമൃഗങ്ങളെയും പടപട യാഗപീഠത്തിനകത്ത് ഇറക്കാൻ തുടങ്ങി. ഈ യാഗപീഠത്തിനകത്ത് മിണ്ടാപ്രാണികളുടെ രക്തം വീണപ്പോൾ സ്വർഗം ചോദിച്ചു, എന്നും എന്നും ഈ മിണ്ടാപ്രാണികളുടെ രക്തം വീഴണ്ട. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടറുക്കപ്പെടണം. കരമുയർത്തുന്നവർക്ക് ആർ പോകും? പിതാവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. ഇന്ന് രാത്രി ആ കുഞ്ഞാടിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്ക്. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തിക്കോസിന്റെ പാപമല്ല, CSAയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല, സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ആ കുഞ്ഞാടിനെ 3 ദിനരാത്രങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, പെന്തിക്കോസുകാർക്ക് സന്തോഷമില്ല, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. മിണ്ടുന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കരമുയർത്തുന്നവർക്ക് ആ കുഞ്ഞാടിനെയായി കൺവെൻഷൻ കൂട്ടങ്ങളിൽ പരിചയപ്പെടുത്തുന്നത്. മാതാപിതാക്കളുടെ നടുവിൽ, ലോകത്തിന്റെ മധ്യപകുതിയായ ബേത്ലഹേമിൽ അവൻ മാതാപിതാക്കളുടെ നടുവിൽ വളരുന്നു. 30ാമത്തെ തിരുവയസ്സിൽ യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാനമേൽക്കുന്നു. പടപടാ ഒരു കഥ പോലെ മുൻപോട്ട് പോകും. 33 തിരുവയസ്സിൽ പരമയാഗത്തിന് തൊട്ടു മുമ്പ് അവൻ ഒരു യാത്ര വരുന്നു. എവിടെ? മത്തായി 21, ബൈബിൾ കൂടെ മാത്യു ചാപ്റ്റർ 21. അവൻ ഉലൂമലയുടെ താഴ്വാരം എത്തുമ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞുങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിന്റെ കുട്ടിയെ അഴിച്ചുകൊണ്ട് വരണം. കർത്താവ് ഇതിന്റെ ആവശ്യമുണ്ട്. എന്ന് രാത്രി ഇതൊരു പ്രവചനത്തിന്റെ നിവർത്തി. അവന്റെ ജനനത്തിന് പിറകിൽ ശകരിയാ പ്രവചനം 9:550 കൊല്ലം. പക്ഷെ ഇന്നേക്ക് 2550 കൊല്ലം മുമ്പ് ഒരു വാഗ്ദത്തമുണ്ട്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ നീ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പിടുക. സിയോനിന്റെ രാജാവ് ജയശാലിയായി പെൺകഴുതിയുടെ പുറത്തു വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട് സൗമ്യനായി വരും. ഇന്ന് രാത്രി ഒരു ഭാഗം തൊട്ടുവെച്ച് വെളിപ്പാടിലേക്ക്. വനാന്തരത്തിനകത്ത് ഒരു കഴുതയും കുഞ്ഞും കിടപ്പുണ്ടമ്മ ചെയ്യപ്പച്ച. പ്രത്യേകത എന്താണെന്നറിയാമോ? 5 കാര്യങ്ങളാണ്. 1, ഭർത്താവ് മരിച്ചതായിരിക്കാം. മേ ബി സെക്കൻഡ് 1 ഡൈവോഴ്സ് ആയിരിക്കാം. തേർഡ് 1 ഇനി കഴുത്തിനെ വേരോട് ബന്ധിച്ച കയറുണ്ട്. 4 ആശകളെല്ലാം മറ്റുപോയി. 5th 1
ഇനി മരണം ആത്മഹത്യ മുൻപില. ഇന്ന് രാത്രി പറയൂ, ആരൊക്കെ മാറിയാലും, നിന്റെ ബന്ധുക്കളും നാട്ടുകാരും മാറിയാലും, നീ താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമെങ്കിൽ തക്ക സമയത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുക. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഈ കൺവെൻഷന്റെ രാത്രി പറയണം 5 പ്രതികൂലം നിന്റെ കുടുംബ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ സിസ്റ്റർ കരമുയർത്തി പറയണം 5 മറുപടി സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരുന്നുണ്ട്. ബ്രദർ, ഇന്ന് രാത്രി നിരാശയറ്റ നീ ഒരു വനാന്തരത്തിന്റെ അനുഭവമായി അടകാരകത ബൗഡ മുൻപോട്ട് പോകാൻ വേദികളും കാര്യങ്ങളും ഇല്ലാതെ ഇന്ന് രാത്രി കൺവെൻഷൻസ് ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ പറയണം, പ്രതികൂലത്തിന്റെ നടുവിലും എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസന്മാർ വനാന്തരത്തിനകത്ത് വന്നു. നമ്പർ 1, കഴുതയുടെ കെട്ടഴിച്ചു. 2, രക്ഷയുടെ വസ്ത്രം വിതറി. 3, കഴുതയെ പുറത്തു കൊണ്ടുവന്ന. 4, മരണം കാണാനിരുന്നപ്പോൾ പട്ടണത്തിന്റെ നടുവിൽ കൂടി കഴുതയുടെ പുറത്ത് നാഥൻ യാത്ര ചെയ്തു. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ, നിന്റെ മരണം കാണാൻ നാട്ടുകാർ കാത്തിരിക്കുക, നിന്റെ മരണം കാണാൻ നിന്റെ രക്തബന്ധങ്ങൾ കാത്തിരിക്കുക, നിന്റെ കുടുംബം തകർന്ന് കാണാനാവോ ഹല്ലേലൂയ മന്ത്രവാദിയും തന്ത്രവാദിയും കാത്തിരിക്കുക. എന്നാൽ അതിന്റെ നടുവിൽ നിന്നിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. നിന്റെ തലമുറകൾ നശിച്ചു പോകുവാൻ, നിന്റെ കുടുംബം നശിച്ചു പോകുക, ദൂതപിശാച് പദ്ധതി വെക്ക്. ഏതൊക്കെ ബൗണ്ടറികൾ നിനക്കെതിരെ കെട്ടിയാൽ ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവ പൈതലിൽ നിനക്കൊക്കെ ഏതൊക്കെ ബൗണ്ടറികൾ പിശാച് ഉണ്ടാക്കി വെച്ചാൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി പിശാച് ഏതൊക്കെ ബൗണ്ടറികൾ ഉണ്ടാക്കിയാലും അതിന്റെ അപ്പുറത്തുകൂടെ നിന്നെ പടർത്തുക. കാരാഗ്രഹ സമമായി കാട്ടിനകത്ത് ഇറങ്ങി വന്നൊരു കാരം ഇന്ന് രാത്രി കഴുതയുടെ കണ്ണിനകത്ത് ഇറങ്ങി വന്ന കാരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി കരമുയർത്തി പറ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. എന്റെ കുടുംബത്തിനെതിരെ, എന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, എന്റെ ഭാവിക്കെതിരെ പിശാച് ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി പറയാമേ, ദർശനത്തിന് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്. സഹോദര, എല്ലാ കാലത്തും പട്ടിണി കൂടിനകത്ത് കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, കൂരിരുൾ താഴ്വരെ കൂടി കടന്നു പോയാലും കൈവിടാത്ത ദൈവം, പട്ടണത്തിനകത്ത് നിന്നെ മാനിക്കുന്ന ദൈവം. 5, ഈ കഴുത എവിടെ കൊണ്ടുവന്ന ദൈവാലയത്തിൽ രാത്രി വിശ്വസ്തയോടെ കൺവെൻഷൻ ആദ്യ രാത്രി പറയണം, 5 പ്രതികൂലം എൻ്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ 5 അനുകൂലത്തിൻ്റെ മറുപടി തരുവാൻ കഴുതയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്നവരെ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവദാസന്റെ കരമല്ല വചനമകത്ത് ചലിക്കുമ്പോൾ ഇന്ന് രാത്രി പ്രത്യാശയുടെ ദൂത് നീ പറയുമെങ്കിൽ ഈ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിന് മറുപടി തരുവാൻ കാട്ടിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. അവൻ ദൈവാലയത്തിൽ മത്തായി 24:1-2 ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ യേശു ദൈവാലയത്തിൽ ഓശാന പെരുന്നാളിലെത്തി. യഹൂദനോടുള്ള ബന്ധത്തിൽ 6-7 പെരുന്നാൾ, ഓശാന പെരുന്നാൾ, പെസഹ പെരുന്നാൾ, ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പാപപരിഹാര പെരുന്നാൾ, കാകളനാഥ പെരുന്നാൾ. ഓശാന പെരുന്നാൾ യേശു വന്നു. യേശു വന്നപ്പോൾ ദൈവാലയത്തിന്റെ പണി നല്ല പ്രഭാഷണം നടത്തി. യേശു പുറത്തിറങ്ങിയപ്പോൾ ശിഷ്യന്മാർ ആലയത്തിന്റെ പണി കാണിച്ചു. യേശു ഇത് കണ്ടിട്ട് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ബൈബിൾ ശ്രദ്ധയോടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, ദൈവത്തിന്റെ ദാസന്മാർ, വിശുദ്ധ ബൈബിളിനകത്തെ യഹൂദനോടുള്ള ബന്ധത്തിൽ 4 ആലയം. 1-ാമത്തെ ആലയ സമാഗമന കൂടാരം, മരുഭൂമിയിൽ കതിരമരം കൊണ്ട് മോശയാൽ എന്താ പ്രകാരം വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം അത് പോയി. 2 ആര് പണിഞ്ഞു? ശലോമോന്റെ ആലയം. കൂർനോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചു. BC 606 നെബൂഖദ്നേസർ തകർത്തു. 3 കോരശ്, യെശയ്യാ പ്രവചനം 45 കോരശിന്റെ ഇടയിൽ ആരൊക്കെ? യസ്രാ, നെഹമ്യാവ്, സെരുബ്ബാബേൽ. ഇവരാൽ അടുക്ക് പണിയായി പണിഞ്ഞ ദേവാലയം മാറിക്കഴിഞ്ഞു. തല തങ്കം കൊണ്ട ദാനിയേലിന്റെ ദർശനം. ബാബേൽ. 2 മേദ്യ പാർസ്യ. അത് കഴിഞ്ഞ് ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ റോമാ സാമ്രാജ്യം നിൽക്കുമ്പോൾ ഈ ആലയം പുതുക്കി പണിയുന്നു. 46 വർഷം കൊണ്ട് ഹെരോദാവ് പണിയുന്ന ആലയം. ഈ ആലയത്തിന് ഹല്ലേലൂയ അവസാനം എനിക്ക് പണിയിൽ യേശു പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ഇടയ്ക്കാട് കൺവെൻഷനിലിരിക്കുന്ന ദൈവമക്കൾ പറഞ്ഞതുപോലെ സംഭവിച്ചു. AD 68. ശ്രദ്ധയോടെ ഇരിക്കണം ഈ ഭാഗം. AD 68 തീത്തോസ്ഥിതിയൻ ടൈറ്റസ് II യെരൂശലേമിനെ ആക്രമിക്കുവാൻ പടയാളികളുമായി പടപടാ വന്നു. കോട്ടകൊത്തളങ്ങൾ വളഞ്ഞപ്പോൾ ഒരു സംഭവം നടന്നു. അവൻ്റെ അപ്പൻ മരിച്ചുപോയി. പടയാളികളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇപ്പം ആക്രമിക്കേണ്ട, എൻ്റെ പിതാവ് മരിച്ചുപോയി. അവർ തിരിച്ചുപോയി. ഇതിനകത്തൊരു സംഭവമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഓശാന പെരുന്നാളിലെ പ്രഭാഷണം കേട്ട പള്ളിക്കകത്തിരുന്ന പലർക്കും പിടികിട്ടി ദൈവാലയം തകരും. അന്ന് അവരെന്ത് ചെയ്തെന്നറിയാമോ? അവർ പെല്ലാ മലയിലേക്ക് ഓടിപ്പോയി. ഇന്ന് രാത്രി ഇതൊരു നിഴലെങ്കിൽ ഇവിടെ ഒരു 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ചങ്കില ചോര
ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി വചനം കേട്ട തന്റെ മക്കളെ നിത്യതയിൽ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ശ്രദ്ധയോടെ ബൈബിളും ഹിസ്റ്ററി. AD 70 ഒരു സംഭവം. ടൈറ്റസ് വന്നു, ദൈവാലയം തകർത്തു. ഇന്ന് രാത്രി വെസ്റ്റേൺ വാളുണ്ട്, ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ കിഴക്കേ വാതിലുണ്ട്. ഇനി ദൈവ കുഞ്ഞുങ്ങൾ ബൈബിൾ കൂടെ വെച്ചിരിക്കണം. ഈ യോർദാനിലെ ഹുസൈൻ രാജാവ് 1967 അദ്ദേഹം ഈ വാതിൽ തുറക്കാൻ വന്നു. വാതിൽ തുറന്നില്ല, അദ്ദേഹം വീണുപോയി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എസെക്കിയേൽ 44:1-2 നിങ്ങളുടെ ബൈബിൾ. സ്വർഗം എസെക്കിയേലിന് ദൈവാലയത്തിൻ്റെ കിഴക്ക് ദർശനമുള്ള വാതിൽ കൊണ്ടുപോയി. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വാതിൽ ആരും തുറക്കരുത്. യഹോവയായ കർത്താവ് ഇതിൽ കൂടി അകത്ത് കടന്നത് കൊണ്ട് ഇത് അടച്ചിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ചർച്ചിനകത്ത് വീട്ടിനകത്ത് അമ്മമ്മയെ ഒരു വാക്യം വായിക്കും, കാന്തൻ മടങ്ങി വരും. അതാ സങ്കീർത്തനം 24. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, കരമുയർത്തുന്നവർക്കായി പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പി, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, അവൻ മടങ്ങി വരും. വാതിൽ അടഞ്ഞു കിടക്കുന്നു. വൈകിയ സമയത്ത് യേശു ഒലിവുമലയിൽ പോയി. ഇനിയാ നമ്മുടെ പ്രഭാഷണം. മത്തായി 24:3-4-5 ബൈബിൾ കൂടെ. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. നിന്റെ പല പ്രഭാഷണങ്ങളും ഞങ്ങൾ കേട്ടു. പതിവിന് വിപരീതമായി ഇന്ന് പള്ളിക്കകത്ത്, ഒരുപക്ഷെ ഗദർദേശത്തും ഗന്നസരത്തിലും കവർന്നഹൂമിലും ദക്കപ്പൊലിമയിലുമെല്ലാം നിന്റെ മധുരമകരമായ മൊഴികൾ കേട്ടതിന് വിപരീതമായി ഇന്ന് പകൽ ആലയത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം. ഉലകം അവസാനിക്കും, നിന്റെ വരവ് ഉലകത്തിന്റെ അവസാനത്തിന് അങ്ങയുടെ വരവിനും അടയാളം. യേശു ആദ്യം പറഞ്ഞത്, അടൂർക്കാർ ശ്രദ്ധിക്കാം, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ. അവിടെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നു. കാന്തന്റെ വരവിന്റെ 4 ലക്ഷണങ്ങൾ. സജുജ തന്നൂരല്ല, ഷാബു ജോൺ പാസ്റ്ററല്ല, കാന്തൻ വരവിന്റെ 4 ലക്ഷണങ്ങൾ ബൈബിളിനകത്ത്. മത്തായി 24, 32, 33, 34 വാക്യങ്ങൾ. അതിന്റെ ബേസ താഴോട്ട് പോകുന്ന അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പിൾ അതാ ഇല തളുക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ഒരിടത്ത് ഇസ്രായേൽ ഭാരമുള്ള കണ്ണ്. 2 ഏകലോക ഭരണത്തിന് വേണ്ടി ഒരുവൻ കാത്തിരിക്കുന്നു. ആകാശ ശക്തികൾ എന്താ? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിന്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൻ്റെ 3-4 ചാലുകൾ. 1, അതിലൊരു ഭാഗം മാത്രമേ തുടത്തുള്ളൂ. ഈ ഒരു ഭാഗം പ്രസംഗിക്കണേ 16 രാത്രി വേണം. 1 യഹൂദ ലക്ഷണം, 2 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിൻ്റെ ലക്ഷണം, 4 മാർഗലക്ഷണം. അവിടം കൊണ്ട് മത്തായി 24 വരുമ്പോൾ ശിഷ്യന്മാരുടെ ആഴമായ ചോദ്യത്തിന് സ്വർഗം കൊടുക്കുന്ന മറുപടി ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചു. ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ ലക്ഷണങ്ങൾ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുൾ, ചന്ദ്രൻ രക്തതുല്യം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക്, പ്രപഞ്ചത്തിന്റെ ശക്തികൾ ഇളകി മാറുന്ന കാലം. അത് കഴിയുമ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം. ഭൂമിയിലെ സകല ഗോത്രങ്ങളെയും പ്രലാപിച്ചുകൊണ്ട് എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. സബ്സിക്വൻ്റ്ലി വി ആർ ട്രാവലിംഗ് ടു സയൻസ്. 6 കാര്യങ്ങൾ ഇന്ന് രാത്രി ഉലകത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ പറയുമ്പോൾ ലാസ്റ്റിൽ നിങ്ങൾ കരമുയർത്തി പറയും, യേശു ഈ തലമുറയിൽ വരും. വിശുദ്ധ ബൈബിൾ ശ്രദ്ധയോടെ. 10 യുഗങ്ങൾ ബൈബിളിനകത്ത്. കുഞ്ഞുങ്ങൾ നല്ല പഠനത്തോടെ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസ്സാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. പെന്തക്കോസ് പെരുന്നാളിൽ ആരംഭിച്ച കൃപായുഗം. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1 ദൈവസഭ മധ്യാകാശത്തിൽ, 2 ഒരന്തിമ യുദ്ധം ഇവിടെ നടക്കും, 3 ലോകത്തെ ഭരിക്കുവാൻ ഒരു ഭരണാധികാരിയും വരും. കൃപായുഗത്തിന്റെ പ്രത്യേകത തൊടുന്നില്ല, ചാലുകൾ വഴി കടക്കുന്നു. കൃപായുഗം കഴിയുമ്പോൾ വീണ്ടും 4 യുഗങ്ങളുണ്ട്. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3000 ആണ്ട് വാഴ്ച, 4 നാം നിത്യതയിൽ, എവർ ലാസ്റ്റിംഗ് എറ്റേണിറ്റി. ബൈബിളിലേക്ക് കടക്കാം. ഇതിനോടനുബന്ധിച്ച് പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ അക്കമ്പടിയായി. വെളിപ്പാട് 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 ദൈവസഭയുടെ ഉൽപ്രാവണത്തോടനുബന്ധിച്ച് കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. ബൈബിൾ കൂടെ വെക്കണം. വെളിപ്പാട് പുസ്തകം 6, 1, 2 വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി, 2, 3, 4 ചുവന്ന കുതിര മനുഷ്യൻ അന്യോന്യം കൊല്ലും, 5, 6 കറുത്ത കുതിര ക്ഷാമം, 7, 8 മഞ്ഞക്കുതിര മഹാവ്യാധി. 9, 10, 11 വാക്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് യാഗപീഠത്തിന് കീഴെ അറക്കപ്പെട്ട ആത്മാക്കൾ. ദൈവസഭ എടുക്കപ്പെട്ടാൽ പ്രപഞ്ചത്തിലെ മാറ്റം. അപ്ഡേറ്റ് കണ്ണിങ് വി ആർ ട്രാവലിംഗ്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 6 വേഴ്സ് 12 and 30. വെളിപ്പാട് 6, 12, 13. കുഞ്ഞു വായിച്ചാട്ട്. ഇതിനെ ബേസ് ചെയ്തായിരിക്കും നാം മുമ്പോട്ട്. 6ാം മുദ്ര പടപട വായിച്ചു. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. വലിയൊരു ഭൂകമ്പം. ഇത് തന്നെ മത്തായി സുവിശേഷം. അതിനോടനുബന്ധിച്ച് വായിച്ചാട്ടെ. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അടുത്തത് ചന്ദ്രൻ മുഴുവനും
രക്തതുല്യമായി ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി ബ്ലഡ് മൂൺ. അടുത്തത് അത്തിവർഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. അടുത്തൊരു വാക്ക് പുസ്തക ചുരുൾ. വായിച്ചിട്ട് മോളെ. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. അങ്ങനെയെങ്കിൽ കടക്കാം പ്രപഞ്ചത്തിന്റെ ലക്ഷണം. നമ്പർ 1, ആകാശത്തിന്റെ ശക്തികൾ ഇളകും. ഇനിയെല്ലാം ബേസിക്കലി ബൈബിളും സയൻസും. ഉൽപ്പത്തി 1 പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, ഉൽപ്പത്തി 2 മനുഷ്യന്റെ സൃഷ്ടി, ഉൽപ്പത്തി 3 പാപത്തിന്റെ സൃഷ്ടി. ഇനി അതിലേക്ക് ഉൽപ്പത്തി 1 വരുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. ഇരുൾ ഭൂതലത്തിൽ, വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതിന് ബൈബിൾ വിളിക്കുന്ന പേര് കാസ്മോസ് അല്ലെങ്കിൽ യൂണിവേഴ്സ്. അത് നോഹയുടെ കാലം പോലെ പോയി. അങ്ങനെയെങ്കിൽ അടുത്ത സയൻസിലേക്ക് ഉൽപ്പത്തി 1:16 പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. കടക്കാം സോളാർ റേഡിയേഷൻ അല്ലെങ്കിൽ സോളാർ വിൻഡ് സ്ട്രോം. ഇനി എല്ലാ പരിശുദ്ധിയോടെ നാം പാർക്കുന്ന ഭൂമി, സൂര്യന്റെ ആകാശത്തിൽ നിൽക്കുന്ന ഗ്രഹമാ ഭൂമി. മിൽക്കി വേ ഗാലക്സിക്കകത്ത് നിൽക്കുന്ന ഒരു ഗ്രഹം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. അങ്ങനെയെങ്കിൽ സൂര്യന്റെ ആകാശത്തിൽ നിൽക്കുന്ന ഗ്രഹമാ ഭൂമി. യോബിലേക്ക് വരുമ്പോൾ ഉത്തരദിക്കിന് ശൂന്യത്തിൽ ദൈവം, ഭൂമി അതിന്റെ നാസ്തിത്വത്തിൽ, അതായത് അട്രാക്ഷൻ ഓഫ് ദ സൺ കവേർഡ് ബൈ എർത്ത്. അങ്ങനെ സൂര്യന്റെ ആകാശത്തിൽ നിൽക്കുന്ന ഭൂമി, പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ സൂര്യൻ എന്ത് സംഭവിക്കും? വരാൻ പോകുന്നു സൂര്യാഘാതം അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻ. ഇന്ന് രാത്രി നമ്മുടെ സൂര്യനകത്ത് 3 ഘടകമുണ്ട്. എല്ലാവരും ശ്രദ്ധയോടെ. അതിന്റെ പ്രത്യേകത 1 പ്രോട്ടോസ്ഫിയർ, 2 ക്രോമോസ്ഫിയർ, 3 കൊറോണ. ഇടയ്ക്കാട്ട് ചിന്നമാമ തേങ്ങ എടുത്താൽ 3 കാര്യം കിട്ടും. 1 തൊണ്ട്, 2 ചിരട്ട, 3 തേങ്ങാപ്പൂൾ. അപ്പോൾ സൂര്യനകത്ത് കത്തുന്ന ഒരു വാതകമുണ്ട്. അതിന്റെ പേര് ഹൈഡ്രജൻ. യെസ്, അതാ ബൈബിളും സയൻസും. പകൽ വാഴുക. ഇന്ന് രാത്രി ജെറുസലേം ബോയ്സിന്റെ പവർ യൂണിറ്റ് പുറകിൽ കത്തുന്നത് കൊണ്ട് ലൈറ്റും ബൾബും ഓടുന്നത് പോലെ ഇന്ന് രാത്രി സൂര്യനകത്ത് കത്തുന്ന വാതകം ഹൈഡ്രജൻ. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. 1 മിനിറ്റിൽ 40 ടൺ ഹൈഡ്രജൻ കത്തുന്നു. അതിന്റെ പ്രകാശം 7 തട്ടുകളിൽ കൂടി അടങ്ങി വരുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ആ തട്ടുകൾ ആകാശത്തിന്റെ ശക്തി. 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 മിസോസ്ഫിയർ. ഇത് ആകാശത്തിന്റെ ശക്തികൾ. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഞങ്ങളുടെ ചമുലച്ചാനൊക്കെ പാടി ആകാശത്തിൻ ശക്തി ഇളകുന്നതിനാൽ ഭൂമിയിൽ എന്ത് ഭവിക്കും? കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. എത്ര ക്ലിയറായി ഇപ്പോഴതെല്ലാം വെളിപ്പെട്ടു വരുന്നത്. അതിന്റെ പ്രത്യേകത ഇന്ന് രാത്രി ഓസോൺ പാളി. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നു കൊച്ചുമക്കൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മമാർ കുട കൊടുക്കുന്നത് പോലെ ദൈവം ഭൂമിക്ക് വെച്ച ഓസോൺ പാളി, 2ാമത്തെ ലെയർ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ 1,76,000 കിലോമീറ്റർ കീഴിക്കഴിഞ്ഞു സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. അതിന്റെ പേരാ സോളാർ റേഡിയേഷൻ. ഇനി ഞാൻ എടക്കാടോ കടമ്പനാടോ അടൂരോ വന്നില്ലെങ്കിൽ താമസമിന ലോകത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവം എല്ലാവർക്കും നോട്ട് ചെയ്യാം. അതിന്റെ പേരാ സോളാർ വിൻഡ് സ്ട്രോം, തീക്കാറ്റ്. ആ തീക്കാറ്റ് അടിച്ചാൽ വരാൻ പോകുന്നു നാളുകൾക്കകം വരും. ഇപ്പോഴത്തെ ചൂടൊക്കെ മാറും. അതിന്റെ പേരാ സോളാർ വിൻഡ് സ്ട്രോം. അതടിച്ചാൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു നെറ്റ്വർക്കും കിട്ടത്തില്ല. സ്വോത്രം. ഇവിടുത്തെ ഇന്റർനെറ്റ് സംവിധാനം മുഴുവൻ തകരാറിലാവും. 2, നിങ്ങളുടെ പുരപ്പുറത്ത് വെച്ചിരിക്കുന്ന ഡിഷിനകത്ത് നിന്ന് ഒരു സിഗ്നലും കിട്ടത്തില്ല. അച്ചായൻ TV ഓൺ ചെയ്താൽ ഇങ്ങനെ കറ ബ്ലാങ്ക് മാത്രം കാണും. സോളാർ വിൻഡ് സ്ട്രോ. 3ാമത്തെ സംഭവമായി നിങ്ങൾ മേടിച്ച ഇലക്ട്രിക് കാറുകളുടെ ചൂടടിച്ച ബാറ്ററി ഒറ്റ അടിക്ക് പോലും ചാർജ് ആവത്തില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ വരാൻ പോകുന്നു. ഇനി വരാൻ പോകുന്നത് തീക്കാറ്റ്. വി ആർ സെയിങ് ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ അറ്റ് ദ സയൻസ് ദാറ്റ് മീൻസ് സോളാർ വിൻഡ് സ്ട്രോ വരാൻ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി സൂര്യൻ മനുഷ്യനെ കൊല്ലുന്നു. ദൈവം ഭൂമിക്ക് വെച്ച ചൂടത്ര 17 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇന്ന് രാത്രി അടൂരടിക്കുന്നത് 42. സന്തോഷമില്ലല്ലോ. പുനലൂരിൽ 44, പാലക്കാട് 43, അത് കഴിഞ്ഞ് സൗദി അറേബ്യ മോനിവിടെ നിപ്പുണ്ട് 48, കുവൈറ്റ് 52, ദുബായ് 50. കണ്ടു. പ്രപഞ്ചം ചുട്ടുപടുത്ത് ചെറിയ ഗോളമാകും. ജോൺസൺ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കണം. ഞാനല്ല, പ്രപഞ്ചം ചുട്ടുപടുത്ത് ചെറിയ ഗോളം ദാ കിടക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചിന്നമ്മാമ അവിലോശുണ്ട് ഉണ്ടാക്കുന്നത് പോലെ സ്വോത്രം ഈ ഭൂമി പ്രപഞ്ചം ചുട്ടുപടുത്ത് ചെറിയ ഗോളമാകുന്നു. അങ്ങനെയെങ്കിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലുന്നൊരു കാലം. സൂര്യാഘാതം, സോളാർ റേഡിയേഷൻ. അതിന്റെ പ്രത്യേകത എന്താ? ഇന്ന് രാത്രിയും ഇന്ന് പകലും നിങ്ങളുടെ ബൈബിളിൽ കാണുന്നു. കേരളത്തിൻ്റെ സഹോദരി വീണ ജോർജ് പറയുന്നു, ഞാൻ എത്രയിടത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നറിയാം. ഇൻ്റർനെറ്റ് പടമെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ നോട്ടുകളും അയച്ചു കൊടുത്തു. സഹോദരി വീണ ജോർജ് പറയുന്നു, പകൽ സമയത്ത് റോഡിൽ ഇറങ്ങരുത്. പിണറായി വിജയൻ സാർ ഒത്തിരി കൂടെ കടുപ്പിക്കുന്നു. 11 മുതൽ 3 വരെ റോഡിൽ ഇറങ്ങരുത്. സോളാർ റേഡിയേഷൻ. എവിടെ? മനുഷ്യൻ്റെ ശരീരം ക്യാൻസറിനേക്കാളും വലിയ റേഡിയേഷൻ അടിച്ചിട്ട് മനുഷ്യൻ്റെ ശ്വാസകോശത്തിൽ അടിച്ച ആൾക്കാർ കുഴഞ്ഞു വീണ് ഇവിടെ മരിക്കാൻ പോകുന്നു. എത്ര ക്ലിയർ ബൈബിളിനകത്തുണ്ട് സോളാർ റേഡിയേഷൻ. എവിടെയാ? സ്വോത്രം.
ഈ അടുത്ത ദിവസങ്ങളിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് കുന്നിക്കോട് 49 അവിടെ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. അതിനുശേഷം പാലക്കാട് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ വാർത്ത വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയും കണ്ടു. അതുകൊണ്ട് തെളിവോട് കൂടി ISROയിലെ കുഞ്ഞുങ്ങളും പറഞ്ഞു പാസ്റ്ററെ പ്രസംഗിപ്പം ക്ലിയർ ആയിരിക്കണം, മുടിവൻ സയൻസ്. സൂര്യാഘാതം മരണം 3 പാലക്കാട് മാഹിയിലും മലപ്പുറത്തുമല്ല സൂര്യൻ മനുഷ്യനെ കൊല്ലും. തിരുവനന്തപുരം ജില്ല പാറശാല പരശുവയ്ക്കൽ 52 രാജു ചേട്ടൻ പണിക്ക് വന്നു. എവിടെ? പുരേടത്തിനകത്ത് പണി ചെയ്തു. ഉച്ചയ്ക്ക് വീട്ടിലെത്തിയില്ല, വയലിലായിരുന്നു. ഉച്ച കഴിഞ്ഞ് വീട്ടുകാർ ഭക്ഷണം കൊണ്ട് തിരക്കി വന്നപ്പോൾ ചേട്ടൻ കുഴഞ്ഞു കിടക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ വിചാരിച്ച അറ്റാക്കാന്ന്. ഡോക്ടർ പറഞ്ഞു നോ അറ്റാക്ക്, ദാറ്റ് മീൻ ദ സോളാർ റേഡിയേഷൻ ലങ്സിന് അടിച്ച് ആൾ തീർന്നു പോയെന്ന്. സൂര്യൻ മനുഷ്യനെ കൊല്ലുമെന്ന് സഖാവ് പിണറായി പറയുന്നു. സൂര്യൻ്റെ മുൻപിൽ നിൽക്കരുത്. വീണ ജോർജ് പറയുന്നു സൂര്യൻ്റെ മുമ്പിൽ നിൽക്കരുത്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനല്ല മുമ്പൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 12 പേര് പടപട കുഴഞ്ഞു വീണ് മരിച്ചു. പത്രത്തിനകത്ത് ഉഷ്ണതരംഗം. ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ടോ അന്ത്യദിനം സൂര്യൻ മനുഷ്യനെ കൊല്ലും. ഇതിൻ്റെ പേരാ സോളാർ റേഡിയേഷൻ. 1 മിനിറ്റിൽ 40 ടൺ ഹൈഡ്രജൻ കത്തിക്കൊണ്ട് അന്ത്യദിനം പ്രകാശത്തിന്റെ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ അന്ത്യദിനം മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. വായിച്ചാട്ട് മക്കളെ, സൂര്യൻ മനുഷ്യനെ കൊല്ലുമോ? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 16 വേഴ്സ് 8. വായിക്കൂ. സൂര്യൻ മനുഷ്യനെ കൊല്ലും. വായിച്ചാട്ടെ. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്ക്, മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. കരം ഉയർത്തുന്നവർക്കായി ഇത് ബൈബിളിനകത്ത് ഇന്ന് രാത്രി ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നൈർമല്യത. ഇന്ന് രാത്രി ആറന്മുളക്കാരി സഹോദരി വീണ ജോർജ് പറയുന്നതിന് മുമ്പ്, സഖാവ് പിണറായി വിജയൻ പത്രത്തിൽ മുന്നറിയിപ്പ് കൊടുക്കുന്നതിന്, എല്ലോയും മാങ്കോയും വരുന്നതിന് മുമ്പ്, അമിത്ഷായുടെ റാലിക്കകത്ത് 12 കുഴയുന്നതിന് മുമ്പ്, വടക്കേ ഇന്ത്യയിൽ ഉഷ്ണതരംഗം അടിക്കുന്നതിന് മുമ്പ്, നാളെ കാണാം സൂര്യാഘാതമേറ്റ് തൊഴിലാളികൾ സഹിതം മരിക്കുന്ന വാർത്ത വരുന്നതിന് മുമ്പ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ് എഴുതിക്കോ, അന്ത്യദിനം സൂര്യൻ മനുഷ്യനെ കൊല്ലും. വായിക്കുന്നവൻ ഭാഗ്യവാൻ. കരമുയരുന്നില്ല. വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി താമസമിന. എല്ലാവരും കേൾക്കണം. ഈ സൂര്യൻ കത്തുന്നു. അങ്ങനെയെങ്കിൽ ഹൈഡ്രജൻ കത്തിയാൽ അതിനകത്ത് ബ്ലാക്ക് മോൺസ് വരും, കറുത്ത പുള്ളി. അങ്ങനെയെങ്കിൽ താമസമിന. ഈ സൂര്യന്റെ പ്രകാശം ഭൂമിക്ക് ലഭിക്കാതെ ഇരിക്കുന്നു. അപ്പോൾ വിശുദ്ധ ബൈബിളിന്റെ പ്രവചനം നിവർത്തി. അന്ധകാരം ഭൂമിയെയും, ബാക്കി ബന്ധിക്കൂസാരും കരമുയരുന്നില്ല, കൂരിട്ട് കരമുയർത്തമ്മാമ ജാതികളെ മൂടുന്ന കാലം. ഈ സൂര്യൻ താമസമിന ഉറങ്ങുന്നെങ്കിൽ ഇന്ന് രാത്രി ഇടയ്ക്കാട് കൺവെൻഷനിൽ വന്ന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു, ഇവിടുത്തെ സൂര്യൻ അസ്തമിക്കുമ്പോൾ വരുവാൻ കൊതിക്കുന്ന നീതി സൂര്യൻ തന്റെ സഭയെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരും. വി ആർ ഗോയിങ് ഓൺ സയൻസ് ദെൻ ബുക്ക് ഓഫ് റെവലേഷൻ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വരാൻ പോകുന്നു വാട്ടർ ഇൻഫെക്ഷൻ. വായിച്ചു തുടങ്ങാം. വെളിപ്പാട് പുസ്തകം 8, 10, 11. പെട്ടപ്പെട്ട കുഞ്ഞു വായിക്കും, നിങ്ങൾ ശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം 8, 10, 11 വാക്യങ്ങൾ. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം, ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. അടുത്തത്, നദികളിൽ മൂന്നിലൊന്നിന്മേലും നീരുറവകളിന്മേലുമായിരുന്നു വീണത്. കിടക്കുന്ന പമ്പയാറ്റിലും വീഴും, കരമനയാറ്റിലും വീഴും, ഏനാത്ത് പുഴയിലും വീഴും. അടുത്തത്, ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേര്. അവിടെ നിൽക്കട്ടെ. ദാണ്ടേ, ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. നല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. എൻ്റെ സ്നേഹിതരുടെ സെൻസറിൽ അധ്യാപകരുണ്ട്. അതുകൊണ്ട് ഒന്നും മാറ്റി ഞാൻ പ്രസംഗിക്കുന്നില്ല. ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ആകാശഗംഗ ഗാലക്സിയിൽ 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശപ്പാറ കിടപ്പുണ്ട്. ആസ്ട്രോയിഡ്. അതിൻ്റെ പ്രത്യേകത എന്താ? ആകാശപ്പാറ വീഴുന്നൊരു കാലം 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ. ശ്രദ്ധയോട്, വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക. ആകാശത്തിനകത്ത് ഉൽക്കയുണ്ട്. ഇനി അടുത്ത കാര്യം, റഷ്യയ്ക്ക് മീതെ പൊട്ടിച്ചെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി. ചെറുപ്പക്കാർ, ദൈവദാസന്മാർ, 45 ഓഗസ്റ്റ് 6, ഹിരോഷിമയിലും നാഗസാക്കിയിലും എനാഗുളയും ബോക്സ്കാറും ഇട്ടപ്പോൾ 1.5 ലക്ഷം മരിച്ചത്. പക്ഷേ അതിൻ്റെ 45 ലക്ഷം മരിക്കുവാനുള്ള ഉൽക്കയ ആകാശത്തിനകത്ത് കിടപ്പുണ്ട്. ഇന്ന് രാത്രി ബാക്കി ഭാഗങ്ങൾ. 2009 ഈ കുടുംബത്തിലെ പലരും അമേരിക്കയിൽ, അവർ ശ്രദ്ധിക്കണം. 2009 അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷിച്ചു.
സൂക്ഷിച്ചില്ല. എന്താ കാര്യം? ന്യൂഡൽഹിയിൽ നിന്ന് 110 ആകാശപ്പാറ നേരെ പോയി, ആകാശത്തിൽ കൂടെ കത്തിപ്പോയി. അത് ജപ്പാനിൽ ചെന്നിട്ട് അത് റൂട്ട് മാറ്റി അമേരിക്കയിലോട്ട്. അമേരിക്ക ഭയപ്പെട്ടു. 2009 നോ ക്രിസ്മസ് സെലിബ്രേഷൻസ് അറ്റ് USA. ഒറ്റയിടത്തും ക്രിസ്മസ് ഇല്ലായിരുന്നു. പേടി, ആകാശപ്പാറ പിന്നെ കണ്ടില്ല. ഇന്ന് രാത്രി നമ്മുടെ അടൂരോ അങ്കമാലിയിലോ കറുകുറ്റിയിലോ മലപ്പുറത്തോ ഒരു തീകോളം കണ്ടാൽ ഞങ്ങളുടെ പെന്തിക്കോസിലെ പാസ്റ്റർമാർ പോസ്റ്റ് ഇടും, യേശു നാളെ വരുന്നെന്ന്. സ്വോത്രം. ഇസ്രയേലിനകത്തൊരു തീകോളം കണ്ടാൽ എൻ്റെ പ്രസംഗം കോപ്പി അടിച്ചൊരു പെങ്കൊച്ച് അന്നേരം ഒരു വാക്യം എടുത്ത് പറയും, നാളെ യേശു വരുന്നെന്ന്. സ്വോത്രം. അതിനകത്തൊന്നും വീടരുത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോടും ദൈവകുഞ്ഞുങ്ങളോടും ഞാൻ പറയുന്നു, യേശുവിൻ്റെ വരവ് ഉടനെ അല്ല. ഇതിന് 3 കാര്യം ഇത് നടക്കണം, നടന്നിട്ടേ വരത്തുള്ളൂ. 1, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. നമ്പർ 1. രണ്ടാമത്തെ സംഭവം എന്താ? ഇസ്രയേലിന് അംശമായ കാഠിന്യം. അതാ ഹമാസ്. ഇസ്രയേൽ ഇന്നും കിടക്കുന്നു റാഫ. ഇത് പ്രസംഗിക്കണേ 4 ദിവസം വേണം ഇസ്രയേൽ ഹമാസ്. അത് കഴിഞ്ഞ് 3ാമതൊരു കാര്യമുണ്ട്. പത്രോസ്ലീഹ തന്നെ ചൊല്ലുന്നു, പൗലോസ്ലീഹയ്ക്ക് അത് ഏറ്റു പറയുന്നു. എന്താ? ചിലർ താമസമിന വിചാരിക്കുന്നത് പോലെ. കരമുയരുന്നില്ലല്ലോ. കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നത് ഒരു വ്യക്തി കൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതുകൊണ്ട് മിച്ചപ്പണം കെട്ടിവച്ച മനുഷ്യനല്ല, ഒരു വ്യക്തി കൂടി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടക്കാൻ ഈ പട്ടണത്തെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ 3 ചാലുകൾ. 1, രാജ്യത്തിൻ്റെ സുവിശേഷം. 2, യഹൂദന്റെ നിലവിളി. 3, ചിലരും കൂടെ ഈ പെട്ടകത്തിനകത്ത് കടക്കാൻ കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നു.